ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ഇവർ അതിക്രമിച്ച് കയറിയോ? പുറത്തു പോയ സമയം ഇവർ വന്ന് ക്യാമറ വെച്ചിട്ട് ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഞങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എങ്ങനെയൊക്കെയാണ് അറിയുന്നത് ഇവർക്ക് ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവും. താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു, സ്പൈ ക്യാമറ ഒരെണ്ണം വെച്ചിരുന്നു. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് ഭുവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അവിടെ ഇരുന്ന് നിവിൻ പോളി എന്റെ ഹസ്ബൻഡും മോനും ബെഡ്റൂമിൽ കിടക്കുന്നത് എന്നെ അവിടെ ഇരുന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? കൂടെ കിടന്നൊക്കെ കൊള്ളാം, രാത്രി ഒന്ന് സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കോൺക്രീറ്റിങ്ങിന് പോകും. പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? വീട്ടിൽ വെച്ച CCTV കണ്ടില്ല. പിന്നെ ഇവര് വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? വാകേറിയ ദൈവം അതിനുള്ള വഴിയും കാണിച്ചു തരും. അതായത് ഇവർക്ക് അറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണമെന്ന്. കാരണം ഈ ഹസ്ബൻഡ് താക്കോല് കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നില്ല, വീടിന്റെ ഒരു സൈഡിൽ വെക്കുകയാണ്. അതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ കഴിയുക? താങ്കൾക്ക് ഇവരെ നേരത്തെ പരിചയമില്ലല്ലോ. പ്രശ്നമുണ്ടല്ലോ. ഞങ്ങളുടെ ഫോണിൽ എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും. നീ എന്താ നേരത്തെ കണ്ടുപിടിക്കായിരുന്നു? സോറി, ഇനി മുതൽ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു. ഹസ്ബൻഡിന്റെ മൊബൈലിലേക്ക് ഇവർ ഹാക്ക് ചെയ്യുന്ന രീതിയിൽ മെസ്സേജ് അയച്ചു അല്ലേ? അതെന്താണെന്ന് എനിക്ക് വ്യക്തമായില്ല. അത് അപ്പൊ പറഞ്ഞു വരുമ്പോ നമ്മൾ ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടികളാണല്ലേ? നടക്കും. ഈ 3 ദിവസം എപ്പോഴെങ്കിലും ഹസ്ബൻഡിനെ വിളിച്ചു? ഇല്ലായിരുന്നു, കാരണം ഞാൻ ഒരു അബോധാവസ്ഥയിലായിരുന്നു. 3-14-15 ഈ ദിവസങ്ങളിലാണ് താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ച് കയറി പീഡിപ്പിച്ചത്. ഈ നിവിൻ പോളി 2 ദിവസവും താങ്കളുടെ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു? അതെ, ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? മേക്ക് മൈ ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? നീയൊക്കെ കാരണം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് പുറത്തിറങ്ങാൻ വയ്യാണ്ടായാലോടാ.